കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇതെങ്ങനെയാ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, എങ്ങനെയാണ് നമുക്കത് പടരുന്നത്. ഇതൊരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗമല്ല അത്. അല്ലാതെ നമുക്കിത് ബാക്ടീരിയ, ഒരു മൈക്രോ ബാക്ടീരിയം ലെപ്രൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലമാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ഇത് പടരുന്നത്. അത് വായുവിലൂടെ വരുന്ന രോഗമാണത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ലക്ഷണങ്ങളുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു കാലയളവിൽ, അതായത് നീണ്ട ഒരു കാലയളവിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചിലപ്പോൾ സ്പർശനശേഷി കുറഞ്ഞത് ഇരിക്കാം, പിന്നെ നിറം മങ്ങിയതോ ചുവപ്പ് കലർന്നതോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ തടിച്ചതോ പരന്നതോ ഒക്കെ ആയിട്ടുള്ള ഓരോ പാടുകളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. പിന്നെ ചൊറിച്ചൽ, വേദന, അങ്ങനെ ചിലവർക്ക് വേദനയൊക്കെ അനുഭവപ്പെടാൻ, ചിലവർക്ക് വേദന ഉണ്ടാവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ചൂട്, തണുപ്പ് അങ്ങനെ ഒന്നും ഇത് അനുഭവപ്പെടാറില്ല. ചിലപ്പോൾ ആ ഭാഗത്ത് സ്പർശനശേഷിയേ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഓരോ പാടുകളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ വന്ന് കാണിച്ച് ഡോക്ടറുടെ ചികിത്സ എന്തായാലും നേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് മൾട്ടി ട്രാക്ക് തെറാപ്പി മൂലമാണ് ഇതിൻ്റെ ചികിത്സ നടക്കുന്നത്. പിന്നെ ഇത് ഏതൊക്കെ ശരീരഭാഗത്തെയാണ് ബാധിക്കണതെന്ന്, നമ്മുടെ ത്വക്ക്, ഞരമ്പ്, ശ്വസനാവയവങ്ങൾ, കണ്ണ് എന്നിവയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്, ഈ അസുഖം, കുഷ്ഠരോഗം. അപ്പം ഇനി ഫ്ലഡ് ചെയ്യാമല്ലോ.